ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി. ഈ പണി കിട്ടിയത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം മഴ സമയത്ത് ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് അഴീക്കൽ ഹാർബറിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കൂരിയെ കിട്ടും. അതുപോലെ നമ്മൾ തൊടിയൂർ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. പിന്നെ ആലും കടവ്, അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മീൻ പിടിച്ച് പോയി നമ്മൾ ആ ഒരു മീൻ പിടുത്തത്തിൽ ഹരം കൊണ്ടപ്പോഴത്തേക്കും പിന്നെ വിചാരിച്ചു ഇനി നമുക്ക് കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് വലിയ തിമിംഗലത്തിൻ്റെ സ്രാവിനെയൊക്കെ പിടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അഴീക്കൽ മീൻ പിടിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ചൂണ്ട അവിടെ എവിടെയോ കയറി കല്ലിനിടയ്ക്ക് കുരുങ്ങിയിട്ട് അത് പൊട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ചൂണ്ട വാങ്ങിക്കാനായിട്ട് നമ്മൾ സാധാരണ ഈ മീൻ പിടിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് സിക്സർ ബാബു ചേട്ടൻ്റെ കടയിൽ നിന്നാണ്, അഴീക്കൽ തന്നെയുള്ള. അപ്പോൾ അവിടെ നമ്മൾ ഈ ചൂണ്ട വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ആ വന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് മീൻ പിടിക്കാൻ പോയി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ആ ഒരു റൂട്ട് നമ്മൾ അഴീക്കൽ വെച്ചിട്ട് MVD നമ്മുടെ പുറകിന് വന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെറ്റി, ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ പെറ്റിയിട്ട് അങ്ങനെ ഈ പെറ്റി നമ്മൾ അടച്ചില്ലായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ ടെസ്റ്റിൻ്റെ സമയമായ വണ്ടിയുടെ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ പെറ്റിയെല്ലാം നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഇത് നേരെ കോർട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത് നമ്മുടെ എവിടെയാണ്, ശാസ്താംകോട്ട കോടതിയിലോട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കോടതിയിൽ വന്നപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ അല്ല ഇത് അടയ്ക്കുന്നത്, അതിനപ്പുറത്ത് മാറിയിട്ട് വേറൊരു കോർട്ടുണ്ട്, അപ്പോൾ അവിടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ ഇത് അടച്ചു. പക്ഷേ ഇത് നമുക്ക് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മെയിൽ അയക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കോർട്ടിൽ വരാതെ തന്നെ നമുക്ക് ഓൺലൈൻ അടയ്ക്കാൻ പറ്റുമായിരുന്നു. അത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൺഫേം ആയോ എന്ന് അറിഞ്ഞില്ല. നമ്മൾ പിന്നെ അങ്ങ് പോയതാണ്, എത്രയും പെട്ടെന്ന് വണ്ടി ടെസ്റ്റിന് കയറ്റേണ്ടത് കൊണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും അതെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശാസ്താംകോട്ട ഗണപതി അമ്പലത്തിൽ വന്നു. ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അമ്പലം എല്ലാം അടച്ചിട്ട് നമുക്ക് അന്ന് 1-ാം തീയതി ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു പോകുന്ന ദിവസം കർക്കിടകം 1 അത് നമ്മൾ അതിനടുത്ത് തന്നെ ഒരു കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബിരിയാണിക്ക് 100 രൂപയേ ഉള്ളൂ. ഇതിനകത്ത് മുട്ട വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്. ചിക്കൻ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ചോറിൻ്റെ ക്വാണ്ടിറ്റിയും സാധാരണ ഉള്ളതിനേക്കാൾ കുറവാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് താനും. പക്ഷേ എനിക്കത് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി കേട്ടോ. കാരണം ആ ഒരു റേറ്റിന് മുട്ട സഹിതം നമുക്ക് ബിരിയാണി കിട്ടി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി എന്ത് വേണം, തിരിച്ച് വീട്ടിലോട്ട് പോകണോ എന്ത് വേണം എന്നുള്ള കൺഫ്യൂഷൻ. നമ്മൾ കുറച്ച് ദൂരവും കൂടി പോയി, കുറച്ചുകൂടി ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് തോന്നി തെന്മല പോകാമെന്ന്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് തെന്മലയുടെയൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് തന്നെ തെന്മലയിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. കാരണം ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തെന്മലയിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ആ ഒരു റൂട്ട് നമ്മൾ വരുവാണ് കേട്ടോ. ഇനി നമ്മൾ പുനലൂര് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ തെന്മലയിലോട്ട് പോകുന്നത്. സോ നമ്മൾ രണ്ടുപേരും കൂടി ബൈക്ക് യാത്രയാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നമ്മളിത് കറക്റ്റ് ഇത് തെന്മലയല്ല, ഈ ഒരു ശാസ്താംകോട്ട കഴിഞ്ഞിട്ട് അവിടെ പോകുന്ന ആ ഒരു റൂട്ടാണ്. നമ്മളിപ്പം പുനലൂരിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കെന്ന് വെച്ചാൽ പല വീടുകൾ പല പ്രൊപ്പോഷനിലാണ് നിൽക്കുന്നത്. അപ്പം ചിലതെന്ന് വെച്ചാൽ ഒരേ ഒരു റോഡിൽ ഒരു സൈഡിൽ നിൽക്കുന്ന വീടുകൾ തന്നെ നോക്കിയാലും പലത് പല രീതിയിലാണ് നിൽക്കുന്നത്. ചിലത് താഴ്ന്ന് നിൽക്കുന്നത് കാണാം, ചിലത് പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ എനിക്കിത് എങ്ങനെയാണെന്നുള്ളതൊരു ഐഡിയ ഇല്ല. കാരണം നമ്മുടെ ആ ഒരു സ്ഥലത്തെന്ന് വെച്ചാൽ എല്ലാം ഒരേ അളവല്ലേ. ഇത് കുറച്ച് താഴ്ന്ന ഭൂമി ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരേ നിരപ്പിൽ പല അളവിൽ വീടുകൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. മഴ അതുപോലെ പെയ്യോ എന്നുള്ള ഇതൊന്നുമില്ല, എങ്കിലും നല്ലപോലെ മഴക്കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒട്ടും ഒരു പ്ലാൻഡ് അല്ല, നമ്മൾ ഇങ്ങോട്ട് പോകുന്നോ ഒന്നും പ്ലാൻഡ് അല്ല. നമ്മൾ കോട്ടി വന്നിട്ട് ഈ സംഭവം അടയ്ക്കാതെ തിരിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ. സോ അവിടെ വന്ന് നമ്മളങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ജസ്റ്റ് തോന്നി എന്നാൽ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയാലോ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് പുനലൂർ വന്നു. ഇത് പുനലൂർ ആ ഒരു സെൻട്രൽ ഭാഗമാണ്. ഇനി ഇതിൻ്റെ അടുത്ത് പുനലൂർ തൂക്കുപാലമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ പുനലൂർ തൂക്കുപാലത്തിൽ. നമ്മൾ ഇതിന് മുന്നേ തെങ്കാശി പോയിരുന്നു, ഈ ഒരു സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തൂക്കുപാലത്തിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അതിന് ചുറ്റും 4 കിണറും ഒക്കെയുള്ള ഒരു സംഭവമാണ് കേട്ടോ തൂക്കുപാലം. ഏകദേശം നമ്മൾ തൂക്കുപാലത്തിനടുത്ത് എത്താറായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് തെങ്കാശിയിൽ ഒന്നും കൂടി പോകണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ സുന്ദരപാണ്ഡിപുരത്തൊക്കെ പൂവൊക്കെ പിടിക്കുന്ന സമയമാണ് കേട്ടോ. ഈ കാണുന്നതാണ് പുനലൂർ തൂക്കുപാലം. ഇതിൻ്റെ തൊട്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പഴയ ഒരു ഇംഗ്ലീഷുകാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഒക്കെ ഒരു സെമിത്തേരി പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇനിയാണ് നമ്മൾ കാണേണ്ട കാഴ്ചകൾ കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര രസമായിട്ടുള്ള മലമ്പ്രദേശങ്ങളും ഒക്കെ അടങ്ങിയ കുറേ സ്ഥലമാണ്.
ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. സോ എനിക്ക് പറയാനുള്ളത്, നമുക്ക് പെറ്റിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ അടയ്ക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫൈനാകും, പിന്നെ അത് കോർട്ടിലോട്ട് പോകും, പിന്നെ അതിൻ്റെ പുറകിനൊരു മെനക്കേടാണ്. അതിനേക്കാളും നല്ലത് പെറ്റി വരാതെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും സേഫും കംഫർട്ടബിളും, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അഥവാ പെറ്റി വരുവാണെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അടച്ച് ഓൺലൈനായിട്ട് അടച്ച് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ അത്രയൊക്കെ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ടാറ്റാ.